നമുക്കിനി അമ്പലപ്പുഴയിലേക്ക് ഒന്ന് പോകണം. ഒരു മാസം പിന്നിട്ടിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാതെ വലയുകയാണ് കർഷകർ. വണ്ടാനം നാലുപാടത്ത് 230ഓളം കർഷകരാണ് പ്രതിസന്ധിയിലായത്. പണം ലഭിക്കാത്തത് SBIയുടെ നടപടിക്രമങ്ങളിലെ കാലതാമസം മൂലമാണെന്ന് കർഷകർ പറയുന്നു. 230ഓളം കർഷകർക്ക് ഒരുമിച്ച് പണം നൽകാനുള്ള തീരുമാനമാണ് തടസ്സമായത്. ഡിസംബർ മാസം 21-ാം തീയതിയാണ് PRS എഴുതിയത്. 21, 22 2 ദിവസങ്ങളാണ് നാലുപാടത്തെ PRS എഴുതിയത്. ഈ മില്ലുകാർ നേരെ പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ കൊടുത്തിട്ട് അവിടെയാണ് ലിസ്റ്റ് വെരിഫൈ ഇങ്ങോട്ട് അയക്കുന്നത്. എല്ലാ പ്രോസസ്സിംഗ് കൂടെ ചെയ്തതിന് ശേഷം ഫണ്ട് കൊടുക്കാം എന്നുള്ളതായിരുന്നു ബാങ്ക് മാനേജർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞത്. 185-നും 200-നും ഇടയിൽ ആൾക്കാർ ഈ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണ്. ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഈ ആപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. അത് ഏകദേശം ഒരു 25 പേർക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ മാനേജർ ഇപ്പോൾ പറഞ്ഞത്. ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആൾക്കാരുടെയും പൈസ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് റിലീസ് ചെയ്ത് കൊള്ളാമെന്ന് ഇപ്പോൾ ഒരു ഉറപ്പ് പറഞ്ഞു. ശരത് SS ആണ് ചേരുന്നത്. ശരത്ത്, ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എന്താണ്? ഈ ബാങ്ക് അധികൃതരുടെ അനാസ്ഥയാണോ? ഇതിൽ സാങ്കേതിക പ്രശ്നങ്ങളാണോ ബാങ്ക് അധികൃതരെയും വലയ്ക്കുന്നത്? വിനീത, അതായത് സ്വർണം പണയം വെച്ചും പലിശയ്ക്ക് പണം എടുത്തുമൊക്കെ തന്നെയാണ് കർഷകർ ഈ കൃഷിക്ക് ഇറങ്ങുന്നത്. പക്ഷേ അധ്വാനിച്ചതിന്റെ പണം എന്തായാലും അല്ലെങ്കിൽ കൂലി എന്തായാലും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം ഒരു മാസമായി, കഴിഞ്ഞ ഡിസംബറിലാണ് ഇത്തരത്തിൽ നാലുപാടത്തെ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് സംഭരണമടക്കം പൂർത്തീകരിച്ചത്. വണ്ടാനം SBI ശാഖയിൽ നിന്നായിരുന്നു ഇവർക്ക് PRS നൽകിയത്. പക്ഷേ മറ്റു ചില ബാങ്കുകൾ PRS നൽകിയ അവിടങ്ങളിൽ നിന്നൊക്കെ ഈ PRS നൽകിയതിന് തൊട്ടടുത്ത ദിവസങ്ങളിലായി പണം ഇവർക്ക് കർഷകർക്ക് ലഭിച്ചു. പക്ഷേ വണ്ടാനം SBI ശാഖയിൽ നിന്ന് PRS ലഭിച്ചവർക്ക് ആർക്കും പണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ ഇക്കാര്യം ബാങ്ക് അധികൃതരുമായി സംസാരിച്ചിരുന്നു. ബാങ്ക് അധികൃതർ പറയുന്നത് ഈ നടപടിക്രമങ്ങളിലെ കാലതാമസമാണ് ഇതിന് പ്രതിസന്ധി എന്നുള്ളതാണ്. പക്ഷേ ഈ കർഷകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ കൂട്ടമായിട്ട് ഇത്തരത്തിൽ PRSന്റെ ഒരുമിച്ച് പണം നൽകാനുള്ള ബാങ്കിന്റെ തീരുമാനമാണ് പ്രശ്നമായി മാറിയത്. അതായത് ഈ PRS നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ആളുകൾക്കും വ്യത്യസ്ത സമയങ്ങളിൽ പണം നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര വലിയ തുക ഒരുമിച്ച് നൽകേണ്ടി വരില്ല. പകരം ഒരുമിച്ച് നൽകാനും ബാങ്ക് തീരുമാനിച്ചത് അത് വലിയ ബാധ്യതയാകുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിന് കാരണമെന്നുള്ളതാണ് കർഷകരും പറയുന്നത്. ശരി, ഏതായാലും അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ നിൽക്കുകയാണ്. 230ഓളം വരുന്ന കർഷകരാണ് ഇത്തരത്തിൽ പണം കിട്ടാതെ പറയുന്നത്. ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്